ലഹരി വിപത്തിനെതിരെ ബോധവൽക്കരണവുമായി ഷീ സൈക്ലത്തോൺ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചു. ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവ് കേരളത്തിന്റെ നേതൃത്വത്തിൽ ഇൻഡസ് മീഡിയയുടെ സഹകരണത്തോടെയാണ് ഷീ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. പ്രൊജക്ട് കോർഡിനേറ്റർ സീനത്തിന്റെ നേതൃത്വത്തിൽ 12 വീട്ടമ്മമാർ അടങ്ങുന്ന ഷീ സൈക്ലിംഗ് യാത്ര ഹൈക്കോടതി ജഡ്ജി ശോഭ അന്നമ്മ ഈപ്പൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളീയം വൈസ് ചെയർമാൻ ബിജു രമേശിന്റെ അധ്യക്ഷതയിൽ കൊച്ചി MLA KJ മാക്സി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 5 ജില്ലകളിലൂടെ കടന്ന് 200 കിലോമീറ്റർ സഞ്ചരിച്ച് യാത്ര നവംബർ 8-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് കേരളീയത്തിന്റെ നേതൃത്വത്തിൽ ഇൻഡസ് മീഡിയയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഷീ സൈക്കിൾത്തോൺ കൊച്ചിയിൽ നിന്നും ആരംഭിച്ചു. 12 വീട്ടമ്മമാരുടെ ഷീ സൈക്ലിംഗ് ടീമിനെ കോർഡിനേറ്റർ സീനത്താണ് നയിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് സ്ത്രീകൾക്ക്, അതാണ് ഷീ സൈക്കിൾ. പക്ഷേ ഈ ലഹരിക്കെതിരെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ജനറേഷനെ ഇതിൽ നിന്ന് എങ്ങനെ മുക്തമാക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, ഒരു പുതിയ ജനറേഷൻ. ഈ ലഹരി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അമ്മമാർ വേണം തിരിച്ചു കൊണ്ടുവരാൻ. ലഹരിയുടെ വിപത്തിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമാക്കി നടത്തുന്ന സന്ദേശയാത്ര ഹൈക്കോടതി ജഡ്ജി ശോഭ അന്നമ്മ ഈപ്പൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫോർട്ട് കൊച്ചി ബാസ്റ്റിൻ ബംഗ്ലാവിനടുത്തുള്ള കാർണിവൽ സ്ക്വയറിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കൊച്ചി MLA KJ മാക്സി നിർവഹിച്ചു. ഡ്രഗ്സിനെതിരെ വലിയൊരു സന്ദേശം രാജ്യത്താകമാനം കിട്ടുന്ന വിധത്തിലുള്ള ഒരു സന്ദേശമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 സ്ത്രീകളാണ് ഇവിടുന്ന് സൈക്കിളിൽ നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. എൻ്റെ ക്യാപ്ഷൻ തന്നെ വിമൻസ് റൈഡ് ഗണേഷ് ഡ്രഗ്സ് എന്ന് പറഞ്ഞുള്ള ക്യാപ്ഷനിലാണ് ഇത് ഇവിടുന്ന് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മയക്കുമരുന്നിനെതിരെയും വളരെ വലിയ പോരാട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മേഖലയിലും നടക്കുന്നത്. കേരളീയം വൈസ് ചെയർമാൻ ബിജു രമേശ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ, കൌൺസിലർമാരായ മനാഫ്, ഷീബാലാൽ, പിന്നണി ഗായകൻ അഫ്സൽ, കേരളീയം സെക്രട്ടറി ജനറൽ ലാലു ജോസഫ്, ട്രഷറർ അജയൻ, ഷീ സൈക്ലിംഗ് പ്രൊജക്ട് കോർഡിനേറ്റർ സീനത്ത്, ഗോപിനാഥ്, P. ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യാത്രയ്ക്ക് മുന്നോടിയായി നടന്ന ഫാൻസി വിമൻ സൈക്കിൾ റാലി ആന്റണി കുരീത്തറ ഫ്ളാഗ് ഓഫ് ചെയ്തു. 6 ദിവസമെടുത്ത് 250-ൽ താഴെ കിലോമീറ്റർ ദൈർഘ്യം ചവിട്ടി പോകുന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ദിനത്തിൻ്റെ തുടക്കമാണ്. നമുക്കറിയാം ഈ മെസ്സേജ്, നേരത്തെ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞിരുന്നു, ഈ മെസ്സേജ് പോകുന്ന വഴിയെല്ലാം നമ്മൾ ഇത്തരം ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ നമ്മൾ പല പ്രാവശ്യങ്ങളിലായിട്ട് പല രീതിയിലും പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ഡ്രഗ്സിനെതിരെ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഈ ഡ്രഗ്സ് വിൽപ്പന നടത്തുന്ന ആളുകൾ മറ്റു വഴിയിൽ കൂടി വേറെ പുതിയ വഴികൾ തേടിക്കൊണ്ടാണ് ഡ്രഗ്സ് വിൽപ്പന കാര്യക്ഷമമായി നടത്തുന്നത്. യാത്രികർക്ക് സൗജന്യമായി സൈക്കിളുകളും ഹെൽമറ്റും അടക്കമുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കൂടാതെ ഇൻഷുറൻസ് പരിരക്ഷ, ആംബുലൻസ്, അകമ്പടി വാഹനങ്ങൾ, നാടൻ കലാകാരന്മാർ എന്നിവയും യാത്രയ്ക്കൊപ്പമുണ്ടാകും. 5 ജില്ലകളിലൂടെ കടന്ന് 200 കിലോമീറ്റർ സഞ്ചരിച്ച് യാത്ര നവംബർ 8-ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. യാത്രാമധ്യേ സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കും. ഓർഗനൈസ് ചെയ്ത കേരളീയത്തിനാണോ അതോ ഇത് ആക്ച്വലി ആദ്യമായിട്ട് ഐഡിയ കൊണ്ടുവന്നത് നമ്മുടെ ഇൻഡസ് മീഡിയയിലെ ഇന്ദുകുമാറും ബാലും കൂടെയാണ്. ഏകദേശം ഒരു 6 മാസം മുമ്പ് ഞങ്ങൾ ഈ പരിപാടി ഇങ്ങനെ പ്രോഗ്രാം ചെയ്തായിരുന്നു. അതിങ്ങനെ നീണ്ടു പോയി. സ്പോൺസേഴ്സിനെ കിട്ടിയില്ല. സ്പോൺസേഴ്സ് നമ്മൾ വെറുതെ സ്പോൺസർ ചെയ്യുന്ന ആളെ നമുക്ക് താല്പര്യമില്ലായിരുന്നു. ഇതിനോട് നെഞ്ചോട് ചേർക്കുന്ന ഒരു NGO തന്നെ വേണമെന്ന് ബാലുവിനും ഇന്ദുവിനും ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും ഇതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഭാഗ്യം കൊണ്ട് നമ്മളെ കഴിഞ്ഞും ഈ ഡ്രഗ്സ് അബ്യൂസിനെതിരായിട്ടും സോഷ്യൽ കോഴ്സിനെതിരായിട്ടും പടവെട്ടുന്ന ഒരു NGO തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.